ഈ കാളസർപ്പ എന്നാൽ കാലം സർപ്പ, കാല എന്നാൽ യമ, സർപ്പ എന്നാൽ പാശം. അത് എങ്ങനെയെന്നാൽ ഈ ജാതകത്തിൽ ഈ 12 രാശി ഉണ്ടല്ലോ, ഈ 12ൽ ഈ 7 രാശി ഉള്ളിലെ എല്ലാ ഗ്രഹങ്ങളും നിൽക്കും. രാഹു കേതു മധ്യത്തിൽ. അങ്ങനെ നിന്നാൽ കാളസർപ്പയോഗ എന്ന് പറയും. ഈ മധ്യത്തിൽ പോയ ഒരു ജീവങ്ങളുണ്ടല്ലോ, അതൃപ്താത്മാ എന്ന് പേരിന്. ഈ പ്രേതങ്ങൾ മോക്ഷ ഇല്ല. പ്രേത എന്നാൽ അതഹ നാസ്തി ഇതഹ നാസ്തി ഇതി പ്രേത. മുകളിലില്ല താളിലില്ല, മധ്യന്തരത്തിലുള്ളതൊക്കെ പ്രേത എന്ന് പേര്. അതുകൊണ്ട് അത് പെട്ടെന്ന് അത് മോക്ഷ ആവില്ല. നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മളിവിടെ മൂകാംബികയിൽ ദമ്പതികൾ വന്ന് ദർശനമെടുത്ത ഒരു ദാമ്പതിയോ നന്നായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ജാതക ദോഷങ്ങളുള്ള വ്യക്തികൾ, അതായത് ജാതകം നോക്കാതെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ അവർ സ്നേഹിച്ച് പ്രേമിച്ച് വിവാഹം കഴിക്കും. അപ്പോൾ അവരുടെ ജാതദോഷം മാറാൻ വേണ്ടി പോലും ഇവിടെ വന്ന് അമ്മയെ ദർശനം എടുത്താൽ മാറുമെന്ന് പറയുന്നത്. അത് അമ്മയെ ഒരു വർഷത്തിൽ 12 മാസത്തിൽ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ ജാതദോഷമുള്ളവർ വന്ന് ദർശനം എടുക്കേണ്ടത്? അത് എങ്ങനെയെന്നാൽ ഈ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെങ്കിലും ഈ അമ്മ എന്നാൽ എല്ലാ നവഗ്രഹ ദേവതകൾക്കും അധിപതിയാണ് അമ്മ. ജാതകത്തിലുള്ളത് നവഗ്രഹങ്ങൾ ഞങ്ങൾ നോക്കി പറയുന്നത്. എന്നാലും ആ നവഗ്രഹത്തിന് ഒരു അധിപതിയായ ഉള്ള അമ്മ അതെന്ത് ദോഷമുണ്ടെങ്കിലും മാറാൻ വലിയ ഒരു ശക്തി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് എല്ലാ മൂലാനക്ഷത്രത്തിൽ അമ്മ ദർശനം ചെയ്താൽ ഒരു വർഷം അവർക്ക് ഇങ്ങനെയുള്ള എന്ത് ദോഷമുണ്ടെങ്കിലും നീക്കാൻ ഒരു സാധ്യത ഉണ്ട്. എത്ര പ്രാവശ്യമാണ് അവർ ദർശനം എടുക്കേണ്ടത് ഒരു വർഷത്തിൽ? ഒരു വർഷത്തിൽ ഒരു 12 മാസം. 12 മാസത്തിൽ ഒരു ദിവസം അല്ലേ? തുടർച്ചയായിട്ട് എടുക്കണോ അതോ? അല്ല, മൂലാനക്ഷത്രത്തിൽ വന്നാൽ വളരെ നല്ലത്. അപ്പോൾ എന്ത് അർച്ചനയാണ് അവർ ചെയ്യേണ്ടത്? ഇവിടെ വന്നാൽ ഇവിടെ വളരെ വിശേഷം എന്നാൽ ഒരു അമ്മയ്ക്ക് അലങ്കാര പൂജ എന്നാൽ വളരെ വിശേഷമാണ്. പിന്നെ മഹാത്രിമധുര എന്ന് ഒരു നൈവേദ്യമുണ്ട്, അത് വളരെ വിശേഷമാണ്. എന്നാൽ അത് സാധാരണ എല്ലാ വിദ്യക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കൂ. പിന്നെ കുട്ടികളാവാതെ ഇരിക്കാൻ സ്ത്രീകളത് 48 ദിവസം സ്നാനം ചെയ്ത് കാലിൽ അത് മേടിച്ചാൽ അവർക്കും നല്ലതാവും. എല്ലാം വളരെ വിശേഷമാണത്. മഹാത്രിമധുര എന്നതിന് പേര്. മഹാത്രിമധുര. അപ്പോൾ കാളസർപ്പം യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാളസർപ്പ എന്നാൽ കാലം സർപ്പ, കാല എന്നാൽ യമ, സർപ്പ എന്നാൽ പാശം. അത് എങ്ങനെയെന്നാൽ ഈ ജാതകത്തിൽ ഈ 12 രാശി ഉണ്ടല്ലോ, ഈ 12ൽ ഈ 7 രാശി ഉള്ളിലെ എല്ലാ ഗ്രഹങ്ങളും നിൽക്കും. രാഹു കേതു മധ്യത്തിൽ. അങ്ങനെ നിന്നാൽ കാളസർപ്പയോഗ എന്ന് പറയും അതിന്. ഈ കാളസർപ്പയോഗ ഉള്ള ആൾക്ക് അവർക്ക് ഈ എല്ലാ കാര്യത്തിലും പറഞ്ഞ പോലെ ആവണോ. പിന്നെ അവർക്ക് ഈ കാര്യം സിദ്ധിക്കുന്നത് വളരെ കഷ്ടമാണ്. അങ്ങനെ അതിന് ഫലമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ കാളസർപ്പ ശാന്തി എന്നുണ്ട്, അത് ചെയ്യണം. 5 ദ്രവ്യത്തിൽ ഹോമാണത്. എന്നാലും അതിന് പരിഹാരമായിട്ട് ഈ കാളസർപ്പ ശാന്തി എന്നുണ്ട്, ഹോമാണത്. ചെറിയ ഹോമം നവഗ്രഹ സമേതം ചെയ്താൽ അത് കണ്ടിപ്പമായിട്ട് ശരിയാവും. അത് എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്? മഹാദേവൻ്റെ നടയിലാണോ? എവിടെ ആയാലും ഇല്ല, ബ്രാഹ്മണർ വീട്ടിൽ ചെയ്താലും ആവും കാളസർപ്പശാന്തിന്. ഇപ്പോൾ സാധാരണ ഒരു മരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിലെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ ഈ ഒരു അപകട മരണം സംഭവിക്കുന്ന ഒരു ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ശരീരത്തിലെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ സ്വയമായിട്ട് മരിക്കാൻ ആളുടെ
ആത്മം, അത് നമ്മൾ ഈ ഗരുഡ പുരാണ എന്നുണ്ട്, അതിൽ പറയും. അത് എവിടെ പോകണോ അതേപോലെ 12 മാസം കഴിഞ്ഞിട്ട് വർഷാന്തിക എന്നുണ്ട്. അത് അവിടെ പോയിട്ട് പിതൃദേവതകളെന്നുണ്ട്, വസു, രുദ്ര, ആദിത്യാൻ, ആ ദേവതകളോടത്ത് ചേരും. അപ്പോൾ അത് നമുക്കൊന്നും ആർക്കും ഉപദ്രവിക്കില്ല. ഇത് എങ്ങനെയെന്നാൽ ഈ മധ്യത്തിൽ പോയ ഒരു ജീവങ്ങളുണ്ടല്ലോ, അതൃപ്താത്മാ എന്ന് പേരിന്, ഈ പ്രേതങ്ങൾ മോക്ഷയില്ല. പ്രേത എന്നാൽ അതഹ നാസ്തി ഇതഹ നാസ്തി ഇതി പ്രേത, മുകളിലില്ല താളിലില്ല, മധ്യന്തരത്തിലുള്ളതൊക്കെ പ്രേത എന്ന് പേര്. അതുകൊണ്ട് അത് പെട്ടെന്ന് അത് മോക്ഷ ആവില്ല. കാരണം എന്തെന്നാൽ അതിന് ശരിയായിട്ട് ഒരു ശാസ്ത്രത്തിൽ ഒരു ഒളിയില്ല. ഉണ്ടെങ്കിലോ ഈ നാരായണ ബലി എന്നുണ്ട്, മോക്ഷനാരായണ ബലി എന്ന്. തിലഹോമം ചെയ്ത് മോക്ഷനാരായണ ബലി ചെയ്താൽ അത് മോക്ഷാവും. ഇതുണ്ട്, ഈ ഗുരുചരിത്ര എന്നൊരു ബുക്കുണ്ട്, ചരിത്രമാണ്, ഹിസ്റ്ററി. അതിലുണ്ട് എങ്ങനെയെന്നാൽ ഇങ്ങനെ മറിച്ച ആളുകൾ 700 വർഷം വരെ പ്രേതായിട്ടേ ഇരിക്കൂ. അതെവിടെയാണ് ഇരിക്കുന്നത്? ഭൂമി തന്നെ, ഭൂമിയിൽ തന്നെ ഉണ്ടാവും. 700 വർഷം ഉണ്ടാവുന്നുണ്ട്. അയാളുടെ ആയുസ് 120 ശരീരത്തിന്. പക്ഷെ പ്രേതം കൊണ്ടുകഴിഞ്ഞാൽ 700 വർഷം. 7 ജന്മം. അതെ, 7 ജന്മം പോലെ 700 വർഷം അവന് പ്രേതായിട്ട് ഉണ്ടാവൂ. അപ്പോൾ ആർക്കോ എല്ലാം കിട്ടിയ ആൾക്കെല്ലാം ഉപദ്രവിച്ച് ഇരിക്കൂ. അതിന് മോക്ഷത്തിന് വേണ്ടിയിട്ട് നാരായണ ബലി ചെയ്താൽ അത് മോക്ഷാവൂ എന്നുണ്ട്. ഇപ്പം നമ്മളൊരു പരദേവത സങ്കല്പം ഉണ്ടല്ലോ, നമ്മൾ കുടുംബ പരദേവത. പലർക്കും കുടുംബ പരദേവത അറിയില്ല. അപ്പോൾ ഈ കുടുംബ പരദേവതയെ നമ്മൾ നേരാവണ്ണം നമ്മൾ ഉപയോഗിക്കാതെ നമ്മളെ സേവിക്കാതിരുന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടിരുന്നത്? ഈ കുടുംബ ദേവതയെ അറിഞ്ഞില്ലായാൽ അത് വളരെ തെറ്റാണ്. കാരണം എന്തെന്നാൽ അത് അറിയാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ വരും. കാരണം എന്തെന്നാൽ ഈ കുടുംബ ദേവത ഉണ്ടല്ലോ, അത് കുടുംബത്തിന് ഉടമ്പസ്ഥന് പോലെയാണത്. അത് അറിഞ്ഞില്ല എങ്കിൽ അത് നമ്മൾ പൂജിക്കില്ലല്ലോ. അപ്പോൾ അത് വളരെ ദോഷാവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്നാൽ പ്രതി ദിവസം നമ്മൾക്ക് അറിയില്ലാത്ത എന്തൊരു ദേവത ഉണ്ടോ അതിന് സന്തോഷമായിട്ട് നമുക്ക് അനുഗ്രഹിക്കണമെന്ന് മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ച് വിളക്ക് വെക്കണം. വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ചില സമയം കഴിയുമ്പോൾ ഏതാറും ഒരാളുടെ വാണിയായിട്ട് വരും പ്രശ്നം വെക്കുമ്പോൾ. ഇതാണ് നമ്മൾ കുടുംബത്തിലുള്ള ദേവതയാണ് എന്ന്. നമ്മൾ കുടുംബത്തിൽ ആരെയും ഒരാളുടെ ഒരു ഇതിൽ അറിയിക്കും. പ്രശ്നം വെച്ചാൽ നമുക്കറിയാവണമെന്ന് ദിവസം വിളക്ക് വെക്കണം. പ്രാർത്ഥിച്ച് ഭക്തിപൂർവകമായിട്ട് വെക്കണം. അപ്പോൾ അത് എന്താണെന്ന് അറിയാവും. നമ്മൾ പരദേവയ്ക്ക് സാധാരണ എന്താ നിവേദ്യമാണ് കൊടുക്കേണ്ടത്? സാധാരണമായിട്ട് ത്രിമധു കൊടുത്താൽ വളരെ നല്ലത്. നമുക്ക് ആ പേര് അറിയില്ലെങ്കിലും നമ്മൾ പരദേവത അറിയില്ലെങ്കിലും പരദേവത സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് വെക്കേണ്ടത്. എന്നാണ് വെക്കേണ്ടത്? മാസത്തിലൊരിക്കലാണോ? അല്ല, ദിവസം വെച്ചാൽ അപ്പോൾ നമുക്കത് റിസൾട്ട് കിട്ടും പെട്ടെന്ന്. ദിവസം വെച്ചിട്ട് പോകുമ്പോൾ ആ ഫാമിലിയിൽ ഏതാറും ഒരാൾ പോയിട്ട് ചോദിക്കുമ്പോൾ അത് കിട്ടും. കാരണം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കുലദേവത കേട്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള നമ്മൾ കേരള സ്റ്റേറ്റിലനുസരിച്ച് പലർക്കും അത് അറിയില്ല. നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നമ്മൾ സ്ഥിരം ദർശനം എടുക്കാൻ അറിയാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു 3-4 വർഷത്തിനിടക്കാലത്താണ് ഈ പരദേവത സങ്കല്പം എന്താണ്, കുലദേവത എന്താണെന്നുള്ളപ്പോൾ പലരും അറിഞ്ഞു തുടങ്ങും. പലരും അന്വേഷിച്ചു തുടങ്ങുമ്പോൾ പലർക്കും അറിയില്ല.
നമ്മുടെ കുലദൈവം എന്തെന്ന് അറിയില്ല. അപ്പോൾ അത് അറിയാത്തതുകൊണ്ടായിരിക്കും ബുദ്ധിമുട്ട് വരണമെന്ന് ഏതെങ്കിലും പ്രശ്നം വയ്ക്കുമ്പോൾ പലർക്കും ജ്യോത്സ്യം പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്നാലോ ഇങ്ങനെ ഒരു വിളക്ക് വെച്ചിട്ട് പോയാൽ ഏത് ദേവതയായാലും നമുക്കത് അനുഗ്രഹിക്കണം